സാറ്റിസ്ഫൈഡ് കണ്ടിട്ടായിരിക്കും നമ്മൾ ഓരോ പ്രേക്ഷകരും വണ്ടി ബുക്ക് ചെയ്യാൻ പോണത്. ഡിപ്പെൻസ്. ഞാൻ പറഞ്ഞില്ലേ, ഈ പ്രോയും ഇതിൻ്റെ ഡിസ്സായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്ന കൂടി അവർ സഹിക്കാൻ തയ്യാറാവണം. കാരണം വണ്ടി, എൻ്റെ അഭിപ്രായത്തിൽ വണ്ടി ഇപ്പോഴും ഫുള്ളായിട്ടില്ല, വണ്ടിയുടെ എല്ലാ ഫീച്ചേഴ്സും വന്നിട്ടില്ല. ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഓലൻ്റെ ഒരു കസ്റ്റമർ റിവ്യൂ ആണ് ചെയ്യാൻ പോണത്. ഒരു വണ്ടിയല്ല, 3 വണ്ടിയാണ് ഇന്ന് ഓല. ഈ 3 ഓണർമാരോട് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോയിലേക്ക് തന്നെ പോവാം. അപ്പോൾ അതിൻ്റെ മുന്നേ എൻ്റെ പേര് മുഖ്താർ. വെൽക്കം ബാക്ക് ട്രാവൽ കിങ്. എന്താ പേരെന്തൊക്കെ? ഷിജാസ്. ഈ വണ്ടി എടുത്തിട്ട് ഇപ്പോൾ ഏകദേശം എത്ര മാസം ഉണ്ടാവും? മാർച്ച് 9 ഡെലിവറി. മാർച്ച് 9. 3 മാസമാണ്. ഏകദേശം എത്ര കിലോമീറ്റർ വണ്ടി ഓടിച്ച്? 2300. ഇന്ന് വണ്ടി എടുത്തതിന്റെ ശേഷമാണോ ഇവരും വണ്ടി എടുത്തത്? വണ്ടി ഓടിച്ചിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് വണ്ടി എടുത്താണോ? ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രമാണ് ബുക്ക് ചെയ്തല്ലേ? ഇതിന്റെ ഒരുപാട് കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. എല്ലാം ഫേസ് ചെയ്യാന്നുള്ള കുഴപ്പമില്ലാന്ന് വിചാരിച്ചിട്ട് തന്നെ എടുത്തത്. ഇത് വണ്ടി എടുത്തതിന്റെ ശേഷം വേറെ എന്തെങ്കിലും കംപ്ലൈന്റ് നിങ്ങളെ വണ്ടിക്ക് എന്താ വന്നിട്ടുണ്ടോ? ഇതുവരെ വന്നില്ല. എനിക്ക് ഈ മാസം 9-ാം തീയതി ഡെലിവറി ചെയ്ത്. ഈ മാസം 9-ാം തീയതി ലിഡ് ഓപ്പൺ ആവുന്ന ചെറിയൊരു പ്രശ്നം മാത്രം. നിങ്ങൾ ഏതാ ഫീൽഡ് ഏതാണ്? ഞാൻ മെക്കാനിക്കൽ ഫീൽഡ്. അപ്പോൾ മെക്കാനിക്കൽ ഫീൽഡിലായതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. കമ്പനി പറഞ്ഞ ഒരുപാട് കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് എന്തെങ്കിലും നിങ്ങൾക്ക് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. ഓടിച്ച് സീറോ ആക്കിയിട്ടുണ്ട് വണ്ടി. ഇതുവരെ അങ്ങനത്തെ പ്രശ്നങ്ങളോ പെട്ടെന്ന് ബാറ്ററി ഡ്രെയിനേജോ അങ്ങനത്തെ പ്രശ്നങ്ങൾ കിട്ടിയിട്ടില്ല. അത് കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ടാണ് സീറോ ആക്കിയത്. അതായത് നിങ്ങൾ ഫുള്ള് റേഞ്ച് അപ്പൊ നിങ്ങൾ കമ്പനി പറഞ്ഞ ആ റേഞ്ച് കിട്ടിയിട്ടുണ്ടോ? ഇല്ല, 2 ആളെ വെച്ച് നമ്മൾ ഏകദേശം 100 കിലോമീറ്റർ സ്പീഡ് വരെ വണ്ടി ഓടിച്ചിട്ടുണ്ട്. ഒറ്റതിൽ 118 കിലോമീറ്റർ. കമ്പനി പറഞ്ഞത് ഏകദേശം 180 കിലോമീറ്റർ ആണ് IDC റേഞ്ച്. അപ്പൊ ഏകദേശം ഒരു 130 കിലോമീറ്റർ കിട്ടണം. പക്ഷെ ഞാൻ കിലോ ഉണ്ടായിരുന്നു. 2 ആൾക്കാരുണ്ടായിട്ട് 130 കിലോ വെയിറ്റ് വെച്ചിട്ടാണ് ഞാൻ ആ പോക്ക് പോയത്. പിന്നെ ഒരു 100 കിലോമീറ്റർ സ്പീഡ് വരെ വണ്ടി ഓടിച്ചെന്ന് പറഞ്ഞല്ലോ. അപ്പം 118 കിട്ടിയിട്ടുണ്ട്. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് അതിൽ. ഓക്കെ. പിന്നെ ഈ ഒരു വണ്ടിന്റെ ഒരു മോഡലോ എന്തെങ്കിലും വർക്കിലോ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ അല്ല, ഞാനത് മെയിനായിട്ട് വേറെ ആരോട് ഞാൻ ചോദിക്കില്ല, ഇങ്ങോട്ട് ചോദിക്കാനുള്ള കാരണം ഈ ഒരു ഫീൽഡ് ആയതുകൊണ്ട്. അല്ല, 3 വീക്സ് ആയിട്ടുള്ള വണ്ടി കിട്ടിയിട്ട്. അപ്പൊ ഇതിനെപ്പറ്റി നമ്മൾ പഠിച്ച് വരുന്നുള്ളൂ. പൂർണ്ണമായിട്ട് നമുക്ക് എന്താ പറയുക, ഇതിനെ പറ്റിയിട്ടുള്ള റിവ്യൂ പറയാൻ എന്തല്ല ആയിട്ടില്ല. ഇപ്പൊ ഉള്ള കണ്ടീഷൻ വെച്ചിട്ട് ഐ എം ഓക്കെ, സാറ്റിസ്ഫൈഡ് ആണ്. ഒരു സ്റ്റാൻഡിന്റെ എന്താ ഇഷ്യൂ എന്താ പറഞ്ഞില്ലായിരുന്നു? പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇതുവരെ ഒരു കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും. നമ്മളെക്കാട്ടും 2000 ചില്ലാൻ കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഏകദേശം 2000 ചില്ലാൻ ഓടിയ നിങ്ങളാണ്. നിങ്ങൾ ഈ ഒരു 2000 ചില്ലാൻ ഓടിയതിന്റെ ശേഷം എന്തെങ്കിലും കംപ്ലൈന്റ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല? ഇതുവരെ കാര്യമായിട്ടുള്ള ഒരു പ്രശ്നമില്ല. കാരണം ഒരുപാട് കംപ്ലൈന്റ് ഇതുവരെ ഓലനെ കുറിച്ച്. പിന്നെ അത് പക്ഷേ കുറച്ച് വണ്ടിയെ പറ്റി അറിഞ്ഞ് പെരുമാറിയാൽ ആ ഒരു കംപ്ലൈൻസുകൾ ഒഴിവാക്കാമെന്നാണ് പറയുന്നത്. ഈ പറഞ്ഞ മൈനറായിട്ടുള്ള ഈ സ്റ്റാൻഡ് വെക്കുന്നത് അതൊക്കെ ശ്രദ്ധിച്ചാൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. ചെറിയ ചെറിയ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ കസ്റ്റമർ കെയറിന്റെ ഒരു ഇഷ്യൂസ് പറയുന്നത്, അതാണ് ഒരു സർവീസിലുള്ള ഒരു ഇഷ്യൂ ആണ് ഇപ്പോൾ വരുന്നത്. ഈ പറഞ്ഞ ഈ മൈനർ കംപ്ലൈൻസുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആരും മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളൊരു പ്രോബ്ലം ഉണ്ട്. അത് റിക്കവറായി വരികയുണ്ടാവും. ഒരു സ്റ്റാർട്ടപ്പ് ആണല്ലോ, തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിൻ്റെതായ കുറച്ച് സ്റ്റാർട്ടിങ് പ്രോബ്ലംസുകൾ കാണുന്നുണ്ട്. ഓക്കെ. നിങ്ങൾ പിന്നെ വേറെ എന്തോ ഒരു കംപ്ലൈന്റ് പറഞ്ഞിരുന്നല്ലോ കുറച്ച് മുമ്പ് എന്നോട്? ഇത് ബാറ്ററിയുടെ ബാറ്ററിയുടെ ഡ്രൈനേജിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, അതായത് ഐഡിയലിൽ നിൽക്കുമ്പോൾ മൈനസ് ആവുന്ന ബാറ്ററിന്റെ പെർസെൻറ്റേജ് ഇതിൽ കാണിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. റീബൂട്ട് ചെയ്യുമ്പോൾ മാത്രമേ ആ ഒരു ഡ്രെയിൻ ആവുന്ന പെർസെൻറ്റേജ് കറക്റ്റ് ആയിട്ട് വരുന്നുള്ളൂ. അത് പഴയ വേർഷൻ 1.0.16 ആയിരുന്നു. ഇപ്പൊ അത് അപ്ഡേറ്റഡ് ആയിട്ട് എൻ്റെ 1.0.30 ആയി. അതിൽ ആ പ്രോബ്ലം. പുതിയ അപ്ഡേഷൻ ഇതുവരെ വന്നിട്ടില്ല. മൂവ് വന്നിട്ടില്ല. നെക്സ്റ്റ് മന്ത് വരും എന്നാണ് പറയുന്നത്. ആ ഒരു അപ്ഡേഷൻ വന്നാൽ ഏകദേശം റേഞ്ച് ഒന്നും കൂടി റേഞ്ച് കൂടുന്നുണ്ട്. എക്കോ മോഡ് തന്നെ പുതിയ മോഡ് വരുന്നുണ്ട്. പിന്നെ അവർ ആദ്യം പറഞ്ഞിട്ടുള്ള പല ഫീച്ചേഴ്സുകളും ബ്ലൂടൂത്ത്, പിന്നെ ക്രൂയിസ് കൺട്രോൾ ഒക്കെ വരുന്നുണ്ടെന്നുള്ള. ഈ മൂവ് 2.0 വന്നു കഴിഞ്ഞാൽ ഏകദേശം 202 കിലോമീറ്റർ റേഞ്ച് കിട്ടും. 202 അത് കിട്ടിയ ഒരാൾ സ്ക്രീൻഷോട്ട് അടക്കം. അത് മൂവ് OS ഇല്ലാതെ ഉണ്ട്. 1.16 തന്നെ ഇപ്പോ പലരും ഓടിച്ചിട്ടുണ്ട്. 200 ബ്രേക്ക് ചെയ്തോലുണ്ട്. അത് ഒരു 200 ബ്രേക്ക് ചെയ്താലൊരു വെയിറ്റിലും ആ ഒരു സ്പീഡും മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ, വലിയ ഹില്ലൊന്നും ഇല്ലാത്ത ഏരിയയിൽ പോയാൽ കിട്ടാവുന്നേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ ഒരു ഓഫർ കണ്ടുകണോ? 200 കിലോമീറ്റർ ഓടിച്ചു കഴിഞ്ഞാൽ SEO ഭവിഷ്യ അഗർവാൾ ഒരു ഓഫർ ചെയ്തിട്ടുണ്ട്, കൊടുത്തതായിട്ടും ഒരാൾക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഏകദേശം ഓല S1 Pro 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഡെലിവറി കാര്യങ്ങൾ, അതുപോലെ തന്നെ ഒരുപാട് അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കഴിഞ്ഞ മാസം ഏപ്രിൽ മാസം ഏകദേശം 12,500 വണ്ടി ഓല സെയിൽ ചെയ്തിട്ടുണ്ട്.
റെക്കോർഡ് സെയിലാണ്. പക്ഷെ അതിനനുസരിച്ചുള്ള റെക്കോർഡ് നെഗറ്റീവും വരുന്നുണ്ടാവും. അത് കോമ്പറ്റീറ്റീവ് ഫീൽഡ് ആണല്ലോ, അതിൻ്റെ രീതിയിൽ അത് ജെന്യൂനായിട്ട് പറയുന്നവരുണ്ടാവും, അല്ലാതെ ഉണ്ടാവും എന്നുള്ളതാണ്. പക്ഷേ ഒരു പ്രോ വെച്ച് നോക്കുമ്പോൾ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. കുറച്ച് സാറ്റിസ്ഫൈഡ് കണ്ടിട്ടായിരിക്കും നമ്മൾ ഓരോ പ്രേക്ഷകരും വണ്ടി ബുക്ക് ചെയ്യാൻ പോണത്. ഡിപ്പെൻസ്. ഞാൻ പറഞ്ഞില്ലേ, ഈ പ്രോയും ഇതിൻ്റെ ഡിസ്സായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്ന കൂടി അവർ സഹിക്കാൻ തയ്യാറാവണം. കാരണം വണ്ടി, എൻ്റെ അഭിപ്രായത്തിൽ വണ്ടി ഇപ്പോഴും ഫുൾ ആയിട്ടില്ല, വണ്ടിയുടെ എല്ലാ ഫീച്ചേഴ്സും വന്നിട്ടില്ല. നെക്സ്റ്റ് അപ്ഡേഷൻ സ്റ്റേജിൽ തന്നെയാണ് അത്. അതിൻ്റെ അപ്ഡേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ തീരെയായിരിക്കും. പിന്നെ സർവീസിൻ്റെ ഒരു കാര്യം, സർവീസും കുറച്ചുകൂടി ഒന്ന് കസ്റ്റമറായിട്ട് കുറച്ചുകൂടി ഒന്ന് സ്പീഡായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നം തീരും. പക്ഷെ ഞാൻ മറ്റുള്ളവർ പറയുന്ന മാതിരിയല്ല, നിങ്ങളൊരു സാറാണ്, ITI സാറല്ലേ. ഓക്കെ, അപ്പം ഇവർ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായി നമുക്ക് അംഗീകരിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ഏകദേശം വണ്ടി എടുത്തിട്ട് എത്രയായി? ഞാനിപ്പോൾ ഒരു മാസം. ഏകദേശം എത്ര കിലോമീറ്റർ ഓടി? എനിക്ക് 1200 സംതിങ്. 1200 സംതിങ് കിലോമീറ്റർ ഓടി. എന്തെങ്കിലും കംപ്ലൈന്റ് കാര്യങ്ങൾ? എനിക്ക് ഇപ്പോൾ ഡയറക്റ്റ് ഇപ്പം എൻ്റെത് പഴയ വേർഷനാണ് വരുന്നത്. അപ്പോൾ അതിൽ ബാറ്ററിയുടെ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. ഒരു 2% ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ലോസ് ആവുന്നുണ്ട്. ആ ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം തന്നെ ഒരു ലേഡിക്ക് ഉണ്ടായ ഒരു സംഭവമാണ്. 40% നിന്ന് പെട്ടെന്ന് അത് 3% മാറിയിട്ടുണ്ട്. അങ്ങനത്തെ വേറെ എന്തെങ്കിലും മേജർ ഇഷ്യൂസ്? ഇല്ല, അത് ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപാട് ഇപ്പോൾ 4-5 ദിവസം എന്ത് ചെയ്യാണ് ഉപയോഗിക്കാതെ നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ആ ഒരു ചാർജ് ലോസ് ആവും. പക്ഷേ അത് നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസം എന്ത് ചെയ്യുക, 1-2 പ്രാവശ്യം റീബൂട്ട് ചെയ്തിട്ടാണ്. അതിപ്പോ 2 ദിവസം കൂടുമ്പോൾ വണ്ടി റീബൂട്ട് ചെയ്യണം. അതെ, റീബൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഈ അപ്ഡേഷൻ വന്നത് കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആ റീബൂട്ടിന്റെ ഒരു ഓപ്ഷൻ, ആ ഒരു ആവശ്യം വരുന്നില്ല. അതേപോലെ തന്നെ പുതിയ അപ്ഡേഷനിൽ ഒരു ചാർജിങ്ങിന്റെ ഒരു കംപ്ലൈന്റ് പറയുന്നുണ്ട് പുതിയതില്. അതായത് നമ്മളിപ്പോ കറണ്ട് പോയി കഴിഞ്ഞാൽ അത് ഒരു പ്രാവശ്യം റീബൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ആ പ്രശ്നം വന്നിട്ടില്ല. ഫസ്റ്റ് ടൈമില് അത് ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ഒന്ന് റീബൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രശ്നം വരുന്നില്ല എന്നാണ്. അത് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അത് ഓക്കെയാണ്. അപ്പോൾ 3 ആളും സാറ്റിസ്ഫൈഡ് ആണ് വണ്ടി എടുത്തിട്ട്. അപ്പോൾ മെയിനായിട്ടുള്ള ഒരു ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഓല S1 Pro ഒരുപാട് സ്ഥലത്ത് ഒരുപാട് കംപ്ലൈൻറ്റ് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് ഇവർക്ക് പറയാനുള്ളത് കസ്റ്റമർ കെയർ ആയിട്ടുള്ള ബന്ധപ്പെടുമ്പോൾ കറക്റ്റ് റെസ്പോൺസ് കിട്ടുന്നില്ല, ഡിലേ വരുന്നുണ്ട്. അതൊന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓല S1 Pro നല്ലൊരു വണ്ടിയാണ്. പിന്നെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താനുണ്ടല്ലേ, അതെന്തായാലും ആ രീതിയിലൊക്കെ മാറ്റങ്ങൾ വരും. അപ്പോൾ എന്തായാലും അതിപ്പോൾ ഇറക്കി കഴിഞ്ഞ് കസ്റ്റമറെ യൂസേജ് ഒക്കെ പോലെ എങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നുള്ള ഒരിക്കലും അവർക്ക് 100% പിന്നെ ടെസ്റ്റ് ചെയ്തിട്ട് ഇറക്കാൻ പറ്റില്ലല്ലോ. അതൊക്കെ ഇങ്ങനെ തന്നെ മാറുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതൊക്കെ മാറി വരുമായിരിക്കും. വണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മളെ ഒരാളെ പോലെ കൊണ്ടെടുക്കണ്ടേ. വണ്ടീനെ എന്തോ ഒരു ഉപകരണമാര് കൊണ്ടെടുത്താൽ അത് അങ്ങനെ റെസ്പോണ്ട് ചെയ്യുള്ളൂ. പിന്നെ അതേമാതിരി തന്നെ പുള്ളിങ്ങിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഇഷ്യൂസ്? പുള്ളിങ്ങിന്റെ കാര്യത്തിൽ നമ്മളൊക്കെ ഈ വേറൊരു വണ്ടിയായിട്ട് കമ്പയർ ചെയ്യണ്ട, അല്ലാതെ നിങ്ങൾ കാരണം പൊതുവെ ഞാനൊക്കെ മുൻപ് ഈ മഴക്കാലത്തൊക്കെ ബാഗുമായിട്ട് പോകുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ലാപ്ടോപ്പൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ബാഗൊക്കെ നനയുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഈ ഒരു ഇത്രയും 40 ലിറ്റർ സ്പേസ് വരുന്നുണ്ട്. അതെ, അത്രയും സ്പേസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഓൾ ഐറ്റംസ് തന്നെ അതിൽ വെക്കാം. ഇപ്പൊ ഇറങ്ങിയ വണ്ടിയിൽ ഏറ്റവും കൂടുതൽ സ്പേസ് വരുന്ന ഒരു വണ്ടി ഓല തന്നെയാണ്. നോർമൽ ഇപ്പം ലാസ്റ്റ് ഇറങ്ങിയത് TVSന്റെ ഒന്നും ബൂട്ട് സ്പേസ് തന്നെ ഇല്ല. ആ ഒരു ഇഷ്യൂസ് ആണ്. 25 കിലോയുടെ അരി ചാക്ക് തന്നെ ഇതില് കൊള്ളുന്ന വെയിറ്റ് ടെസ്റ്റ് നടത്തി കേട്ടോ. ഏകദേശം ഒരു 17 ഇഷ്ടിക ഇതിന്റെ അകത്ത് കയറ്റിട്ട് ഇതില്. പക്ഷെ ഇതിലൊരു നെഗറ്റീവ് ഞാൻ പറയട്ടെ. ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതിലൊരു മെയിൻ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇത്, കാരണം നമുക്കൊരു ഗ്യാസും കിട്ടിയോ വേറെ എന്തെങ്കിലും ഒരു സാധനങ്ങൾ അങ്ങനെ പ്രശ്നമുണ്ട്. പക്ഷെ അതിനടിയിലാണ് അവിടെ ബാറ്ററി വരുന്നത്. പക്ഷെ ഇതിന് വേറെ കാരണം സ്റ്റാൻഡിങ്ങിലോ പിള്ളേരൊക്കെ നിൽക്കുകയാണെങ്കിലോ കുട്ടികളൊക്കെ നിൽക്കുകയാണെങ്കിലോ പ്രശ്നങ്ങളൊന്നും വരുന്നൊന്നുമില്ല. ഓക്കെ, ഇത് ബെല്ലിംഗ് വാറന്റ് ഒക്കെ കൊടുത്ത് കറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ട് വെക്കാനുള്ള വേറെ ഒരു അഡീഷണൽ ഒരു പീസ് വർക്ക് തന്നെ കൊടുക്കുന്നത്. അത് അങ്ങനെ ഇപ്പോൾ ഇതിന്റെയൊക്കെ സ്പെയറൊക്കെ അങ്ങനത്തെ ആക്സസറീസ് ഒക്കെ പലരും പല രീതിയിൽ ഇറക്കുന്നുണ്ട്. ആക്സസറീസ് കാര്യങ്ങളൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ കുറെ കൂടി സെന്റർ സ്റ്റാൻഡ് വരുന്നുണ്ട്, സ്ക്രീൻ കാർഡ് അങ്ങനത്തെ പിന്നെ ആക്സസറീസ് ഒക്കെ ഇനിയും കമ്പനി തന്നെ ഇറക്കി കഴിഞ്ഞാൽ കുറെ കൂടി എല്ലാവരും ഒന്നുകൂടി സാറ്റിസ്ഫൈഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവർക്ക് 3 ആൾക്കും പറയാനുള്ളത്, ഇപ്പോൾ നിങ്ങൾ കോഴിക്കോട് 3 ആൾക്കാർ, ഒന്നാമത് പേര് ITI മാഷ്മാരുമാണ്. അതിനെക്കൊണ്ട് ഇവർക്ക് മെയിനായിട്ട് പറയാനുള്ള കാര്യം, നിങ്ങൾക്ക് ധൈര്യത്തിലെടുക്കുക. നിങ്ങൾ പൊന്നു പോലെ നോക്കുകയാണെങ്കിൽ ഒരു കുഴപ്പങ്ങളും ഉണ്ടാവില്ല. ചെറിയ ചെറിയ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് മാറ്റാവുന്നതാണല്ലോ അല്ലേ. ഓക്കെ, നമുക്ക് എന്നാലും ഒരു അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വരുന്നതാണ്.